കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കരെടുക്കുക. മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്തുന്നോണ്ട് എന്താണ് എല്ലാവരും ഉയരങ്ങളിലേക്ക് പോട്ടെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയല്ല, മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി. നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല. അല്ല, കേരളത്തില് നമ്മ മൊത്തത്തിൽ ജനാധിപത്യം നമ്മ നോക്കല്ല. നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ്. മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് ഇത്. നമസ്കാരം. മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ മോശമായി സംസാരിച്ച ഒരാളുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. 2024 കേരളത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ പബ്ലിക് റെസ്പോൺസിനിടയിലായിരുന്നു ഈ സംഭവം. മമ്മൂട്ടി മരിക്കണമെന്നായിരുന്നു സനൂജ് എന്നയാളുടെ മറുപടി. വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചരിച്ചതോടെ ഇയാൾക്കെതിരെ മമ്മൂട്ടി ഫാൻസ് അടക്കമുള്ളവർ രംഗത്ത് വന്നു. മമ്മൂട്ടിയും മകനും മരണപ്പെടണമെന്നും മോഹൻലാൽ കൂടുതൽ പ്രശസ്തി ആർജിക്കണമെന്നുമായിരുന്നു സനൂജിന്റെ വാക്കുകൾ. ഇപ്പോഴിതാ വിദ്വേഷ പ്രചരണത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് സനൂജ്. ഇതിന്റെ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇന്നലെ മദ്യത്തിന്റെ ലഹരിയിൽ പറഞ്ഞു പോയതാണ് എന്ന് സനൂജ് പറയുന്നു. മമ്മൂട്ടിയോടും മകനോടും കുടുംബത്തോടും പൊതുസമൂഹത്തോടും താൻ മാപ്പ് ചോദിക്കുന്നുവെന്നും 2 ദിവസമായി താൻ കിടന്നുറങ്ങിയിട്ട് എന്നുമാണ് സനൂജ് എന്നയാൾ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ മോഹൻലാലും രൂക്ഷമായി പ്രതികരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. താൻ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന തന്റെ സഹോദര തുല്യനായ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ മകനെയും കുറിച്ച് ഇത്തരത്തിൽ നികൃഷ്ടമായി പറഞ്ഞ ആളെ ആരാധകൻ എന്ന് ഒരിക്കലും വിളിക്കാനാവില്ല എന്നും വിവരദോഷം എന്നൊരു വാക്കുകൊണ്ട് മാത്രമേ അയാളുടെ ഈ പ്രവൃത്തിയെ ഉദ്ധരിക്കാനാവൂ എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത്. മാത്രമല്ല, തന്റെ ആദ്യത്തെ ഫാൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തത് പോലും മമ്മൂട്ടിയാണ് എന്നും മോഹൻലാൽ പറഞ്ഞു. 1984-85 കാലഘട്ടം ഒരു വില്ലനായി തുടങ്ങി വെള്ളിത്തിരയിൽ നായകനായി കുറേയേറെ ചിത്രങ്ങൾ ചെയ്ത് കാലുറപ്പിച്ച ഒരു കാലമാണത്. ശ്രീകൃഷ്ണ പരുന്ത്, അഴിയാത്ത ബന്ധങ്ങൾ, 1 മുതൽ 0 വരെ, അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത ആ കാലത്താണ് തിരുവനന്തപുരത്തെ രാജാജി നഗർ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, രാജാജി നഗർ നിവാസിയായ ഒരു വിജയൻ, മിസ്റ്റർ വിജയൻ. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. പിന്നെ സുരേന്ദ്രൻ, ജയൻ, ആ സഹോദരന്മാർ ഇന്ന് നമ്മളോടൊപ്പമില്ല. പിന്നെ CITVയിലെ സുനിൽ തുടങ്ങി കുറച്ച് കൂട്ടുകാർ ചേർന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നത്. അതുപോലെ അന്ന് തിരുവനന്തപുരത്തെ ചാല, ഈസ്റ്റ് ഫോർട്ട്, ആറ്റുകാൽ, തമ്പാനൂർ തുടങ്ങി പലയിടങ്ങളിലും എന്നെ സ്നേഹിക്കുന്ന ചെറുതും വലുതുമായ കൂട്ടായ്മകൾ, യൂണിറ്റുകൾ തുടങ്ങുന്നു. ചുറ്റും പടരുന്ന സ്നേഹവലയമാണ് ഒരു സിനിമാ താരത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ പലതും തുടങ്ങിയത്. സ്നേഹിക്കാൻ എന്തിനാ ലാലേട്ട സമ്മതം എന്നാണ് അന്ന് അവരെന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് മുന്നിൽ മറുത്തൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ പേരിൽ മത്സരങ്ങൾ പാടില്ല എന്ന നിബന്ധന മാത്രം ഞാൻ പങ്കുവച്ചു. അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചു ചേർന്ന് 1998 സെപ്റ്റംബർ 2 ചാക്ക കെയർ ഹോമിൽ വെച്ച് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട ഞാൻ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന മമ്മൂട്ടിക്കായിരുന്നു. എൻ്റെ സഹോദര തുല്യനായ ഇച്ചാക്കയുള്ള സ്നേഹം ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്നു. വർഷങ്ങളായി തുടരുന്ന ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എൻ്റെ സിനിമാ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം
ഉണ്ട്. ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒന്നിച്ച് വളരാൻ കഴിയുന്നതാണല്ലോ സ്നേഹബന്ധത്തിൻ്റെ ശക്തി. എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം 25 വർഷം കഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുത്വമായി കാണുന്നു. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഈ കൂട്ടായ്മ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തിപരമായി എനിക്ക് നൽകുന്നു. കേവലം ആരാധനയും ആർപ്പ് വിളികളും ആവരുത്. അതിനപ്പുറം സഹജീവികൾക്ക് താങ്ങും തണലും നൽകുന്ന നന്മ നിറഞ്ഞ കൂട്ടായ്മ ആവണം എന്ന എൻ്റെ എളിയ നിർദ്ദേശത്തെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് എണ്ണമറ്റ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ 100 കണക്കിന് സഹോദരങ്ങൾക്ക് നമുക്ക് അഭിമാനം പകരുന്നു.